ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞാണ്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ വിമാനങ്ങൾ വൈകുന്നു. 100-ലധികം വിമാന സർവീസുകളെയാണ് മോശം കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ഡൽഹിയിലേക്കുള്ള 80 ട്രെയിനുകളും വൈകി ഓടുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, വിമാനങ്ങളെയും ട്രെയിനുകളെയും എല്ലാം ബാധിക്കുന്ന രീതിയിലേക്ക് മൂടൽമഞ്ഞ്, കടുത്ത ശൈത്യം അങ്ങനെ മാറിക്കഴിഞ്ഞോ? തീർച്ചയായിട്ടും ദൃശ്യപരിധി എന്ന് പറയുന്നത് 100 മീറ്ററാണ് ഡൽഹി വിമാനത്താവള പരിധിയും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും എല്ലാം ഉള്ളത്. ഇതിനോടകം തന്നെ 400-നടുത്ത് വിമാനങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നതെന്ന് ഡൽഹി വിമാനത്താവള അധികൃതർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല GMR, അതായത് വിമാനത്താവള അധികൃതരും അതുപോലെ തന്നെ മറ്റ് വിമാന കമ്പനികളും എല്ലാം ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ വിമാനത്തിന്റെ ഷെഡ്യൂളുകൾ അടക്കം നോക്കി അത് മുൻകൂട്ടി ധാരണയായതിനു ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ്. നിലവിൽ ആവറേജ് ഡിലേ ആയിട്ട് പോലും 37 മിനിറ്റാണ് കാണിക്കുന്നത്. പല വിമാനങ്ങളും 2 മണിക്കൂറിലധികം വൈകുന്നുണ്ട്. ഇതിനോടകം 18 വിമാനങ്ങൾ റദ്ദാക്കിയതായിട്ടും പല വിമാന കമ്പനികളും അറിയിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും അതുപോലെ തന്നെ ഏകദേശം 8-ാം തീയതി വരെ ഇതേ അവസ്ഥ തന്നെ തുടരുമെന്നുള്ളതാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ ദൃശ്യപരിധി കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരുമെങ്കിലും അടുത്ത 2-3 ദിവസത്തേക്ക് ഇതേ അവസ്ഥ തുടരും. അതുകൊണ്ട് ഈ വിമാന ഗതാഗതത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെയാണ് ന്യൂഡൽഹിയിൽ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ട്രെയിനുകളുടെയും കാര്യം. 80-ലധികം തീവണ്ടികൾ ഇതിനോടകം വൈകിയാണ് ഓടുന്നത്. പലതും നിർത്തിയിടേണ്ട അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ മറ്റ് ട്രെയിനുകളും വിമാനങ്ങളും ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളടക്കം ഇപ്പോൾ പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അധികൃതർ, വിമാനത്താവള അധികൃതരും അതുപോലെ തന്നെ മറ്റ് റെയിൽവേ അധികാരികളും എല്ലാം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കനത്ത മൂടൽമഞ്ഞാണ് ഡൽഹിയിൽ, അത് ഗതാഗതത്തെ ബാധിച്ചിരിക്കുന്നു.